Hello everybody. Food Safety Officer Veterinary Sciences ടോപ്പിക്കിലെ ഫസ്റ്റ് ടോപ്പിക്കായ അബറ്റ്യൂർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. സ്ലോട്ടർ ഹൗസ് ഓർ അബറ്റ്യൂർ. It is a place or premises approved by a local authority or any other regulatory agency where food animals are slaughtered in humane way to produce sound and wholesale meat for human consumption. എന്താണ് സ്ലോട്ടർ ഹൗസ്? സ്ലോട്ടർ ഹൗസിന്റെ മറ്റൊരു പേരാണ് അബറ്റോർ. എന്താണ് അവിടെ നടക്കുന്നത്? ഫുഡ് ആനിമൽസിനെ നമ്മൾ സ്ലോട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ആനിമൽസിനെ അറക്കുന്ന സ്ഥലം, മലയാളത്തിൽ പറഞ്ഞാൽ അറവുശാല. ഫുഡ് ആനിമൽസിനെയാണ് സ്ലോട്ടർ ചെയ്യുന്നത്. എന്നിട്ട് ഈ മീറ്റ് എന്ത് ചെയ്യും? ഹ്യൂമൻ കൺസംഷന് വേണ്ടി, മനുഷ്യന് കഴിക്കാൻ വേണ്ടി നമ്മൾ അവിടുന്ന് എല്ലായിടത്തേക്കും എക്സ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യും. ഇനി ഇത് നമുക്ക് വെറുതെ ഒരു അബറ്റോർ കൺസ്ട്രക്ട് ചെയ്താൽ മതിയോ? അല്ല, നമുക്ക് അതിന് ലോക്കൽ അതോറിറ്റിയുടെ അപ്രൂവൽ വേണം. അപ്രൂവ്ഡ് ബൈ എ ലോക്കൽ അതോറിറ്റി ഓർ എനി അതർ റെഗുലേറ്ററി ഏജൻസി. പിന്നെ ഒരു പോയിന്റ് എന്താണ്? സ്ലോട്ടേർഡ് ഇൻ എ ഹ്യൂമൻ വേ. ആനിമൽസിനെ എങ്ങനെയാണ് സ്ലോട്ടർ ചെയ്യുന്നത്? എന്തായാലും ആനിമലിനെ സ്ലോട്ടർ ചെയ്യണം, അല്ലെങ്കിൽ അറക്കുകയാണ് ഹ്യൂമൻ പർപ്പസിന് വേണ്ടി. എന്നാലും നമ്മൾ മിനിമം ക്രൂവൽറ്റിയോട് കൂടി വേണം ആനിമലിനെ കൊല്ലാൻ. ആനിമലിനെ കൊല്ലുന്ന പ്രോസസ്സിൽ നമ്മളുടെ ഫുഡ് ആവശ്യത്തിന് വേണ്ടിയാണ് കൊല്ലുന്നതെങ്കിൽ പോലും അവിടെ നമ്മൾ ആനിമലിനോട് ചെയ്യുന്ന ഒരു ക്രൂവൽറ്റി തന്നെയാണ്. അല്ലെ, ആനിമലിന് പെയിൻ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, അൾട്ടിമേറ്റ്ലി ഡെത്ത് ഉണ്ടാവും. അപ്പം മിനിമം ക്രൂവൽറ്റിയോട് കൂടി അത് എക്സിക്യൂട്ട് ചെയ്യുക, മിനിമം പെയിനോട് കൂടി ആനിമലിനെ കൊല്ലുക. സോ അതിനെയാണ് ഹ്യൂമൻ സ്ലോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, so it is a place or premises approved by a local authority or any other regulatory agency where food animals are slaughtered in humane way to produce sound and wholesale meat for human consumption. ഹോൾസെയിൽ പർപ്പസിലാണ് ഇവിടുന്ന് മീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ലോക്കൽ വെൻഡേഴ്സിലേക്ക് എത്തുമ്പോൾ അത് റീറ്റെയിൽ ആയിട്ട് അവർ സെൽ ചെയ്യും. Layout and management of modern abattoirs. Selection of site for an abattoir. Abattoir must be located in the outskirts of the town or city. നമ്മൾ ഒരു അബറ്റോർ കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യം സ്ഥലം തിരഞ്ഞെടുക്കണം. എവിടെയാണ്? സിറ്റിയുടെ നടുക്കൊക്കെ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇൻ ദ ഔട്ട്സ്കേർട്സ് ഓഫ് ദ ടൗൺ ഓർ സിറ്റി. മെയിൻ ടൗണിൽ നിന്ന് മാറി വേണം കൺസ്ട്രക്ട് ചെയ്യാൻ. Building should be constructed at an elevated ground to provide easy drainage. അതുപോലെ ഡെയിലി ഒരുപാട് ആനിമൽസിനെ അറക്കുന്ന സ്ഥലമാണ്. ഒരുപാട് ബ്ലഡും മറ്റു വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഡെയിലി ക്ലീനിങ് നടക്കണം. അപ്പോൾ ഒരുപാട് ഡ്രെയിനേജ്, പ്രോപ്പർ ആയിട്ടുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. സഫീഷ്യന്റ് എലിവേഷൻ ഫ്രം ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രെയിനേജ് പ്രോപ്പർ ആയിട്ട് നടക്കത്തുള്ളൂ. There should be provision of adequate and portable water supply. It should have concrete road facilities. There should be arrangement of uninterrupted electric supply. Definitely ഏതൊരു സ്ഥാപനം നടത്താനും പ്രോപ്പർ ഇലക്ട്രിക് സപ്ലൈ വേണം. ഇവിടെ അത് ആവശ്യമാണ്. അതുപോലെ വാട്ടർ സപ്ലൈ പ്രോപ്പർ ആയിട്ട് വേണം. ആനിമൽസ് നമ്മൾ കൊല്ലുന്നതിന് മുൻപുള്ള സമയം വരെ ആനിമൽസിന് പ്രോപ്പറായിട്ട് അവിടെ വെള്ളം കൊടുക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലുള്ള ഫെസിലിറ്റീസ് വേണം. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ക്ലീനിങ്, അതായത് വേസ്റ്റ് ക്ലീൻ ചെയ്ത് കളയാനാണെങ്കിലും ശരി, ഫുഡ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയാണെങ്കിലും, ആ മീറ്റ് ക്ലീൻ ചെയ്ത് പ്രോസസ് ചെയ്യാൻ വേണമെങ്കിലും ശരി, ഒരുപാട് എന്ത് വേണം? വാട്ടർ വേണം. സോ റെഗുലർ ആയിട്ടുള്ള ഒരു വാട്ടർ സപ്ലൈ വേണം. അൺഇന്ററപ്റ്റഡ് വാട്ടർ സപ്ലൈ വേണം. കോൺക്രീറ്റ് റോഡ് ഫെസിലിറ്റീസ്. അതേപോലെ വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. ഡെയിലി ഒരുപാട് ആനിമൽസിനെ കൊണ്ടുവരുന്നു, ഒരുപാട് വർക്കേഴ്സ് വരുന്നു, ഡോക്ടേഴ്സ് വരുന്നു, വെറ്ററിനറി ഡോക്ടേഴ്സ് വരുന്നു, ഇൻസ്പെക്ടേഴ്സ് വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ കട്ട് ചെയ്ത മീറ്റ് കൺസംഷന് വേണ്ടി ഒരുപാട് വെൻഡേഴ്സിന്റെ അടുത്തേക്ക് തിരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു പല പല സ്ഥലങ്ങളിലേക്ക്. ഇവിടെ നിന്നുള്ള വേസ്റ്റ് കൊണ്ടുപോകണം. അപ്പോൾ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ ഡെയിലി നടക്കുന്ന ഏരിയ. സോ കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് വെൽ ട്രാൻസ്പോർട്ടേഷൻ നന്നായിട്ടുള്ളൊരു ഏരിയ ആയിരിക്കണം. വെൽ കണക്റ്റഡ് ആയിരിക്കണം ബൈ റോഡ്. പ്രോപ്പർ കോൺക്രീറ്റ് റോഡ് തന്നെ ഉണ്ടായിരിക്കും. There must be enough open space nearby for future expansion. Abattoir has to be located far away from the airport. എയർപോർട്ട് പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് ദൂരെ ആയിരിക്കണം. അതേപോലെ തന്നെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ സഫീഷ്യന്റ് സ്പേസ്. നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ പഠിക്കും എത്രമാത്രം ഏരിയ വേണം, ഇത്ര ഒരു അബറ്റോറിൽ എത്രമാത്രം സ്ലോട്ടർ നടക്കുന്നു ഒരു ദിവസം, അതിനനുസരിച്ച് ഇത്ര ഏരിയ പറഞ്ഞിട്ടുണ്ട് ഗൈഡ് ലൈൻസിൽ. അത്ര ഏരിയ ഉണ്ടായിരിക്കണം. സോ ഫ്യൂച്ചറിൽ എന്തെങ്കിലും എക്സ്പാൻഷൻ വേണമെങ്കിൽ അതിനുള്ള ഏരിയയും കൂടെ കണ്ടിട്ട് വേണം കൺസ്ട്രക്ട് ചെയ്യാൻ. It should be free from pollution of industrial odors, smoke, dust, ash, etc. Ultimately നമ്മൾ പ്രോസസ് ചെയ്യുന്ന എന്താണ്? ഫുഡാണ്, അല്ലെ? ഈ മീറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ കൺസംഷന് വേണ്ടി പോകാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ ഫ്രീ ഏരിയ ആയിരിക്കണം. ഇൻഡസ്ട്രിയൽ ഓഡേഴ്സ്, സ്മോക്ക്, ഡസ്റ്റ്, ആഷ്, ഈ വക കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കും. There should be availability of sufficient number of good meat animals in the region. Soil should be able to support good foundation and pillars. The proximity to supply of varied labor. അതേപോലെ
ആനിമൽസ് സഫീഷ്യന്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കണം, ആവശ്യത്തിനുള്ള ലേബർ കിട്ടുന്ന ഏരിയ ആയിരിക്കണം, ആൻഡ് ഓൾസോ അവിടുത്തെ സോയിൽ എന്ന് പറയുന്ന ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിലേക്ക് ഫേവർ ചെയ്യുന്ന തരത്തിലുള്ള സോയിൽ ആയിരിക്കണം. ഇനി സൈസ് ഓഫ് അബറ്റോയർ നോക്കാം. സ്മോൾ അബറ്റോയർ where slaughtering is less than 100 livestock units per day. It requires 1 to 2 acres of land. അതായത് ഒരു ദിവസം 100-ൽ താഴെ കന്നുകാലികളെയാണ് നമ്മൾ അറക്കുന്നതെങ്കിൽ അതിന് സ്മോൾ അബറ്റോയർ എന്ന് പറയും. അതിന് 1 to 2 acres of land മതി. Medium abattoir where slaughtering is less than 100 to 200 livestock units per day, 2 to 4 acres of land required. Large abattoir slaughtering is greater than 200 livestock units per day, 4 to 6 acres of land is required. Abattoir building should face either towards east or west. East അല്ലെങ്കിൽ വെസ്റ്റിലേക്ക് ആയിരിക്കണം ഫേസ് ചെയ്തത്. Clear demarcation exists between clean and unclean sections. ക്ലീൻ ആൻഡ് അൺക്ലീൻ സെക്ഷൻസിനിടയിൽ ഒരു ഡിമാർക്കേഷൻ ഉണ്ടായത്. ക്ലീൻ ആയിട്ടുള്ള ഏരിയ ഒരു സ്ഥലത്ത് അൺക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ നമുക്ക് ഫുഡ് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ക്ലീൻ ആൻഡ് അൺക്ലീൻ ഏരിയ സെപ്പറേറ്റ് ആയിരിക്കണം. അവിടെ നിന്ന് അൺക്ലീൻ ആയിട്ടുള്ള ഏരിയയിലുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ പാത്തജൻസ് ഒന്നും ഒരിക്കലും ക്ലീൻ ഏരിയയിൽ വന്ന് പൊല്യൂട്ട് ചെയ്യാൻ പാടില്ല, ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യാൻ പാടില്ല. A modern abattoir building should have the following units. ഇനി കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. സോ എന്തൊക്കെയാണ് ഒരു അബറ്റോയർ ബിൽഡിങ്ങിന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പണൻസ്? ലേറേജ് ഓർ ലൈഫ് സ്റ്റോക്ക് ഹോൾഡിംഗ് പെൻ. ആനിമൽസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഉടനെ തന്നെ നമ്മൾ സ്ലോട്ടർ ചെയ്തില്ല, കുറച്ച് സമയം എടുക്കും. അവിടെ പല പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആനിമൽസിനെ നമുക്ക് എക്സാമിൻ ചെയ്യണം, സ്ലോട്ടർ ചെയ്യാൻ ഫിറ്റ് ആണോ എന്നൊക്കെ ഡോക്ടർ വന്ന് നോക്കണം. സോ അതിന് ആ സമയത്തൊക്കെ ആനിമൽസിന് റെസ്റ്റ് ചെയ്യാൻ ഒരു ഏരിയ വേണം. അതിനെയാണ് നമ്മൾ ലേറേജ് ഓർ ലൈഫ് സ്റ്റോക്ക് ഹോൾഡിംഗ് പെൻ എന്ന് പറയുന്നത്. സ്ലോട്ടർ ഹോൾ വിത്ത് ക്ലിയർലി ഡിമാർക്കേറ്റഡ്. അടുത്തത് സ്ലോട്ടർ ഹോൾ വേണം. ആക്ച്വലായിട്ട് ഈ പറയുന്ന സ്ലോട്ടർ നടക്കുന്ന സ്ഥലം, സ്ലോട്ടർ ഹോളിൽ തന്നെ പല 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 സെക്ഷൻസ് വേണം. ഓരോ സെക്ഷൻസും നല്ല സെപ്പറേറ്റഡ് ആയിരിക്കണം, വെൽ സെപ്പറേറ്റഡ് അല്ലെങ്കിൽ വെൽ ഡിമാർക്കേറ്റഡ് ആയിരിക്കണം. എന്തൊക്കെയാണ് സെക്ഷൻസ്? സ്റ്റണ്ണിങ് സെക്ഷൻ, ബ്ലീഡിംഗ് സെക്ഷൻ, സ്കിന്നിങ് സെക്ഷൻ, ഡ്രസ്സിംഗ് സെക്ഷൻ, ഇവിസറേഷൻ സെക്ഷൻ, പോസ്റ്റ്മോർട്ടം സെക്ഷൻ. സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആനിമലിനെ അൺകോൺഷ്യസ് ആക്കുന്ന പ്രോസസ്സിനെയാണ് സ്റ്റണ്ണിങ് എന്ന് പറയുന്നത്. സ്റ്റണ്ണിങ്ങിന് ഒരു സെക്ഷൻ വേണം. അത് കഴിഞ്ഞ് ബ്ലീഡിങ്, ആക്ച്വലായിട്ട് ആനിമലിനെ കട്ട് ചെയ്ത് ആ സ്ലോട്ടർ ചെയ്യുന്ന ബ്ലീഡിങ്ങിന് ഒരു സെക്ഷൻ വേണം. അത് കഴിഞ്ഞ് അതിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്കിന്നും ഹൈഡ്സും ഒക്കെ റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കിന്നിങ് എന്ന് പറയുന്നത്. സ്കിന്നിങ് സെക്ഷൻ വേണം. അടുത്തത് ഡ്രസ്സിംഗ് സെക്ഷൻ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാറ്റും ഒക്കെ റിമൂവ് ചെയ്ത് ഇന്റേണൽ ഓർഗൻസ്, എസെൻഷ്യൽ ആയിട്ടുള്ള ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് അതിന് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഡ്രസ്സിംഗ് സെക്ഷൻ വേണം. ഈ വിസറേഷൻ സെക്ഷൻ, അതിന്റെ വിസറ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ റിമൂവ് ചെയ്ത് എഡിബിൾ ആയിട്ടുള്ളതിനെ മാറ്റുക, ഇൻഎഡിബിൾ ആയിട്ടുള്ളതിനെ ഡിസ്പോസ് ഓഫ് ചെയ്യുക. അപ്പൊ അതിന് ഈ വിസറേഷൻ സെക്ഷൻ വേണം. പോസ്റ്റ്മോർട്ടം സെക്ഷൻ, പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഉണ്ട്. അതായത് ആനിമലിനെ കൊല്ലുന്നതിന് മുമ്പ് ഒരു ആന്റിമോർട്ടം എക്സാമിനേഷൻ ഉണ്ട്, സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞൊരു പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഉണ്ട്. അപ്പൊ ഇത് രണ്ടിനുമുള്ള സെക്ഷൻസ് വേണം. ഇതെല്ലാം സ്ലോട്ടർ ഹോളിൽ വരുന്ന സബ് സെക്ഷൻസ് ആണ്. ഐസൊലേഷൻ ബ്ലോക്ക് ഓർ എമർജൻസി സ്ലോട്ടർ യൂണിറ്റ്. ഏതെങ്കിലും ആനിമലിനെ എമർജൻസി സ്ലോട്ടറിന് വിധേയമാക്കണമെങ്കിൽ അവിടെ എമർജൻസി സ്ലോട്ടർ യൂണിറ്റ് അല്ലെങ്കിൽ ഐസൊലേഷൻ ബ്ലോക്ക് വേണം. ചിൽ റൂംസ്, മീറ്റ് പ്രോസസ് ചെയ്ത് പിന്നെ ഫർദർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, ലോ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ചിൽ റൂംസ് വേണം. ഡീറ്റെയിൽഡ് ആൻഡ് കണ്ടംപ്റ്റ് മീറ്റ് റൂംസ്. അതേപോലെ നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ നടത്തുമ്പോൾ ചില ആനിമൽസിന്റെ മീറ്റിൽ എന്തെങ്കിലുമൊക്കെ അബ്നോർമാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസീസ് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം നമ്മൾ ഡിറ്റക്ട് ചെയ്തെങ്കിൽ ആ മീറ്റ് അൺഫിറ്റ് ഫോർ കൺസംഷൻ അല്ലെങ്കിൽ കണ്ടംപ്റ്റ് മീറ്റ് എന്ന് പറയും. അപ്പൊ അതിനെ മാറ്റി വെക്കാനും ഡിസ്പോസ് ചെയ്യാനുള്ള ഏരിയ വേണം. ഹൈഡ് ആൻഡ് സ്കിൻ സ്റ്റോർ. അതേപോലെ ആനിമൽസിന് നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന ഹൈഡ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന ഹൈഡ് അല്ലെങ്കിൽ സ്കിൻ ഒക്കെ സ്റ്റോർ ചെയ്യാനൊരു ഏരിയ വേണം. ഗട്ട് ആൻഡ് ട്രൈപ്പ് റൂം. നമ്മുടെ ഗട്ട്, ഇന്റേണൽ ഓർഗൻസ്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ റിമൂവ് ചെയ്ത് അതും മാറ്റി വെക്കാനുള്ളൊരു ഏരിയ വേണം. ഒഫൽ റൂം, ഒഫൽ എന്ന് പറയുന്നത് എഡിബിൾ ആയിട്ടുള്ള ഇന്റേണൽ ഓർഗൻസ് ആണ്, അത് സൂക്ഷിക്കാനൊരു ഏരിയ വേണം. മീറ്റ് കട്ടിംഗ് റൂം. ഇനി ഫൈനലായിട്ട് ആ മീറ്റിനെ പല പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാം. ആദ്യം ഹാഫ് ആയിട്ട് പിന്നെ ക്വാർട്ടർ ആയിട്ട് അങ്ങനെ പല പല പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാനുള്ള മീറ്റ് കട്ടിംഗ് റൂം വേണം. വെറ്റിനറി ഓഫീസ് ആൻഡ് ലബോറട്ടറി. എസെൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് ലബോറട്ടറി വേണം. അല്ലെങ്കിൽ നമ്മൾ സാമ്പിൾസ് സ്പെസിമെൻ എടുത്ത് വേറെ ലാബിലേക്ക് അയക്കുകയായിരിക്കും ചെയ്യുന്നത്, ചില പാത്തജൻസിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട്. സോണോട്ടിക് ഇൻഫെക്ഷൻസിനൊക്കെ അങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അതേപോലെ വെറ്റിനറി ഓഫീസ് വേണം. ഡോക്ടറിനും അതുമായിട്ട് സംബന്ധപ്പെട്ട ആളുകൾക്കും ഒക്കെ ഇരിക്കാനും അതുപോലെ അവിടുത്തെ മറ്റ് കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേഷനൊക്കെ നോക്കാനുള്ള ഓഫീസ് വേണം. ഡിസ്പാച്ച് റൂം വേണം. ക്ലോക്ക് റൂം, മാന്യൂർ ബേ, എഫ്ലുവന്റ് പ്ലാന്റ്. ഇത്രയാണ് എസെൻഷ്യൽ കമ്പോണൻസ് ഓഫ് എ മോഡേൺ അബറ്റോർ.
ഇനി ഈ പറഞ്ഞ കാര്യങ്ങളുടെ ബേസിൽ നമുക്കൊരു ലേ ഔട്ട്, ഒരു പ്ലാൻ നോക്കാം എന്തൊക്കെയുണ്ട്. The abattoir should have the following essential facilities: resting place, ante-mortem examination, humane slaughter, flaying, removing the hide, dressing and washing of carcasses, hanging carcasses and edible offals. Offal means internal organs of butchered animal, handling byproducts, inspection of meat and disposal of condemned carcass or part thereof, staff welfare. Abattoir should have a clear-cut separation between clean and unclean sections. ഓക്കെ, അപ്പൊ ആദ്യം ആനിമൽസിനെ നമ്മൾ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന ആനിമൽസിന് റെസ്റ്റ് ചെയ്യാൻ ഒരു റെസ്റ്റിംഗ് പ്ലേസ് അല്ലെങ്കിൽ ലേറേജ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് പെൻ എന്ന് പറയുന്ന സ്ഥലം വേണം. ഇനി നമ്മൾ സ്ലോട്ടർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രൈമറി എക്സാമിനേഷൻ, ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തും അല്ലെങ്കിൽ ആന്റി മോർട്ടം എക്സാമിനേഷൻ നടത്തും. അതിനുവേണ്ടി ഒരു ഏരിയ വേണം. അടുത്തത് ഹ്യൂമൻ സ്ലോട്ടർ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മിനിമം ക്ലിയറിറ്റിയോട് കൂടി ആനിമലിനെ സ്ലോട്ടർ ചെയ്യുക. അത് കഴിഞ്ഞ് റിമൂവിങ് ഓഫ് ഹൈഡ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള അതിന്റെ സ്കിന്ന് ഹൈഡ് ഒക്കെ റിമൂവ് ചെയ്യുക. അതിനെയാണ് ഫ്ലേയിങ് എന്ന് പറയും. ഡ്രസ്സിംഗ് ആൻഡ് വാഷിംഗ് ഓഫ് കാർക്കസസ്, ആനിമലിന്റെ ഡെഡ് ബോഡിക്കാണ് നമ്മൾ കാർക്കസ് എന്ന് പറയുന്നത്. സോ അതിനെ ഫർദർ വാഷ് ചെയ്ത് ഡ്രസ് ചെയ്തെടുക്കാനുള്ള ഏരിയ വേണം. ഹാങ്ങിങ് കർക്കസ് ആൻഡ് എഡിബിൾ ഒഫൽ, ഒഫൽ എന്ന് വെച്ചാൽ ഇന്റേണൽ ഓർഗൻസ്, അതിൽ എഡിബിൾ ആയിട്ടുള്ള ഒഫൽ, അത് കഴിക്കാൻ പറ്റുന്ന, നമുക്ക് എഡിബിൾ എല്ലാ ഇന്റേണൽ ഓർഗൻസും ആനിമൽസിനെ നമ്മൾ കൺസ്യൂം ചെയ്യാറില്ല. എഡിബിൾ ആയിട്ടുള്ള ഒഫലൊക്കെ മാറ്റി വെക്കാനും അതുപോലെ കർക്കസിനെ ഹാൻഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഫെസിലിറ്റീസ് വേണം. ഹാൻഡ്ലിംഗ് ബൈ പ്രോഡക്ട്സ്, ആ ബൈ പ്രോഡക്ട്സിനെയൊക്കെ മാനേജ് ചെയ്യാനുള്ള ഏരിയ വേണം. ഇൻസ്പെക്ഷൻ ഓഫ് മീറ്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് കണ്ടംപ്റ്റ് കർക്കസ് ഓർ പാർട്ട് ദെയറോഫ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കട്ട് ചെയ്തു, ക്ലീൻ ചെയ്തു, ഡ്രസ് ചെയ്തു, ഇനി അതിനെ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ നടത്തണം വെറ്റിനറി ഡോക്ടർ വന്നിട്ട്. എന്നിട്ട് അത് ഫിറ്റ് ഫോർ കൺസംഷൻ ആണോ ഒന്നുകൂടി അപ്രൂവ് ചെയ്യണം. ആന്റിമോർട്ടം എക്സാമിനേഷൻ കഴിയുമ്പോൾ ഫിറ്റ് ഫോർ സ്ലോട്ടർ ആണോ അല്ലയോ എന്നേ പറയാൻ പറ്റുള്ളൂ. ഫിറ്റ് ഫോർ സ്ലോട്ടർ ആണെങ്കിൽ നമ്മൾ ആനിമലിനെ സ്ലോട്ടർ ചെയ്യും. ഇനി സ്ലോട്ടർ കഴിഞ്ഞ് ഫർദർ കട്ടിംഗ് ആൻഡ് ഡ്രസ്സിംഗ് ഓഫ് കാർക്കസ് എല്ലാം കഴിഞ്ഞ് അതിന് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഉണ്ട്. പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ കഴിയുമ്പോഴേ ഫിറ്റ് ഫോർ കൺസംഷൻ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഫിറ്റ് ഫോർ കൺസംഷൻ ആയിട്ടുള്ള മീറ്റിനെ ഫർദർ പ്രോസസ് ചെയ്ത് ചില്ല് ചെയ്ത് നമുക്ക് ഹ്യൂമൻ ബീങ്സിന്റെ കൺസംഷന് വേണ്ടി കൊടുക്കാം. അല്ലാത്ത മീറ്റോ, ദാറ്റ്സ് കോൾഡ് കണ്ടംപ്റ്റ് മീറ്റ്, അത് മാറ്റി വെക്കാനും അത് ഡിസ്പോസ് ഓഫ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. സ്റ്റാഫ് വെൽഫെയർ, അവിടെയുള്ള സ്റ്റാഫിന് റെസ്റ്റ് ചെയ്യാനുള്ള റീജിയൻ, അവരുടെ വെൽഫെയറിന് വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും അവിടെ ഉണ്ടായിരിക്കും. Abattoir should have clear-cut separation between clean and unclean sections. നേരത്തെ പറഞ്ഞ കാര്യമാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇനി ഒരു ഫ്ലോ ചാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ എൻട്രി ഓഫ് ലൈഫ് സ്റ്റോക്ക്, അതായത് ആനിമൽസിനെ നമ്മൾ റോഡ് മാർഗം കൊണ്ടുവന്നു, നമ്മളിവിടെ ആനിമൽസിനെ ഇറക്കി. എൻട്രി ഓഫ് ലൈഫ് സ്റ്റോക്ക്. ഫസ്റ്റ് വെറ്റിനറി ഇൻസ്പെക്ഷൻ, ഫസ്റ്റ് ഒരു പ്രൈമറി ആയിട്ടുള്ള വെറ്റിനറി ഇൻസ്പെക്ഷൻ നടന്നു. അവിടുന്ന് തന്നെ ചില ആനിമൽസിനെ നമുക്ക് അൺഫിറ്റ് ആണെന്ന് കണ്ട് നമ്മൾ അവരെ റിജക്ട് ചെയ്തു. സോ റിജക്റ്റഡ് ആനിമൽസ് അവരെ നമ്മൾ മാറ്റി നിർത്തി. ഇനി അപ്രൂവ് ചെയ്ത ആനിമൽസിന് റെസ്റ്റ് ചെയ്യാൻ ഒരു റെസ്റ്റിംഗ് പെൻ വേണം. അത് ലേറേജ് എന്ന് പറയും, റെസ്റ്റിംഗ് ഏരിയ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് കില്ലിംഗ്, അതായത് ആക്ച്വൽ ആയിട്ടുള്ള സ്ലോട്ടർ. സ്ലോട്ടർ നടന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മൾ ആനിമൽസിനെല്ലാം ഹാങ് ചെയ്യുന്നിടും, അവിടെയാണ് ബ്ലീഡിംഗ് നടക്കുന്നത്. ഈ പറയുന്ന ബ്ലഡ് എല്ലാം കളക്ട് ചെയ്യുന്ന ഒരു സ്യൂവർ സെക്ഷൻ വേണം, ഒരു സ്യൂവേജിലേക്ക് ഒരു കണക്ഷൻ വേണം. ബ്ലീഡിംഗ് കഴിഞ്ഞ് പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്ന പ്രോസസ് ആണ് സ്കിന്നിങ് ആൻഡ് ഡീഹെയറിംഗ്, അതായത് ആനിമലിന്റെ എക്സ്റ്റേണൽ സർഫസിലുള്ള സ്കിന്നും അതേപോലെ ഹെയർസും നമ്മൾ റിമൂവ് ചെയ്യുന്നു. അടുത്തത് കർക്കസ് ഡ്രസ്സിംഗ്, അതിന്റെ ഡെഡ് ബോഡി നമ്മൾ ഡ്രസ്സിംഗ് ചെയ്യുന്നു. ഇനി ഈ റിമൂവ് ചെയ്ത സ്കിന്നും ഹൈറ്റ്സും ഒക്കെ തന്നെ നമ്മൾ മാറ്റി വെക്കണം അല്ലെ. ഇൻഎഡിബിൾ പ്രോഡക്ട്സ് ഫോർ കളക്ഷൻ ആൻഡ് ഫർദർ പ്രോസസിംഗ്, ഇതൊക്കെ ഇൻഎഡിബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ആനിമലിന്റെ ഹോൺസ് ആൻഡ് ഹൂഫ്സ്, അതിന്റെ ഹോൺ അതേപോലെ തന്നെ ഹൂഫ്സ്, അതേപോലെ ഹൈഡ് ആൻഡ് സ്കിൻ, ഇതൊക്കെ നമ്മൾ മാറ്റി വെക്കുന്നു. സോ സ്കിന്നിങ് ആൻഡ് ഡീഹെയറിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ റിമൂവ് ചെയ്യുന്ന സ്കിന്നും ഹൈറ്റ്സും മാറ്റി വെക്കുന്നു, ഹോൺസ് ആൻഡ് ഹൂഫ്സും മാറ്റി വെക്കുന്നു. അത് കഴിഞ്ഞ് കർക്കസ് ഡ്രസ്സിംഗ് എല്ലാം കഴിഞ്ഞാണ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ചെയ്യുന്നത്. അതും വെറ്റിനറി ഡോക്ടറാണ് ചെയ്യുന്നത്. അങ്ങനെ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ചെയ്ത് കഴിയുമ്പോൾ കണ്ടംപ്റ്റ് ആയിട്ടുള്ള മീറ്റ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മീറ്റ്, കൺസംഷന് സ്യൂട്ടബിൾ അല്ലാത്ത മീറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടംപ്റ്റ് മീറ്റ് എന്ന് പറഞ്ഞ് മാറ്റുന്നു. അതും അവിടുന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്തതാണ് കർക്കസ് വാഷിംഗ്, അതായത് എഡിബിൾ എന്ന് പറയുന്ന ഫിറ്റ് ഫോർ കൺസംഷൻ എന്ന് പറഞ്ഞ മീറ്റ്, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മീറ്റ്, അൺഫിറ്റ് മീറ്റ് നമ്മൾ മാറ്റി ഇനി ഫിറ്റ് ആയിട്ടുള്ള മീറ്റ് നമ്മൾ ഫർദർ കർക്കസ് വാഷിംഗ് എല്ലാം ചെയ്യുന്നു. വാഷ് ചെയ്ത് കഴിഞ്ഞ് സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ ക്ലീനിങ്, സ്റ്റൊമക് ഇൻറ്റസ്റ്റൈൻ ക്ലീൻ ചെയ്തെടുക്കുന്നു. റെഡ് ഓഫാൽ കളക്ട് ആൻഡ് ക്ലീൻ, ഇന്റേണൽ ഓർഗൻസിനെ കളക്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്നു. എഡിബിൾ ഫാറ്റ് ക്ലീൻ ചെയ്യുന്നു. ഹെഡ് കളക്ട് ആൻഡ് ക്ലീൻ,
ഡീകാപ്പിറ്റേഷൻ ചെയ്ത് ഹെഡ് കളക്ട് ചെയ്ത് ക്ലീൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിനെ എങ്ങോട്ടേക്ക് മാറ്റുന്നു? എഡിബിൾ ഒഫാൽ സ്റ്റോറിലേക്ക് മാറ്റുന്നു. ഇനി നമുക്കതിനെ ഫ്രഷ് മീറ്റ് ആയിട്ടോ ഫ്രോസൺ മീറ്റ് ആയിട്ടോ ചിൽഡ് മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സ് ആയിട്ടോ മാറ്റാം. എന്നിട്ട് ഫർദർ പ്രോസസ്സിംഗ് കഴിഞ്ഞ് എഡിബിൾ പ്രോഡക്ട്സ് ഫോർ കൺസംഷൻ ഓർ ഫർദർ പ്രോസസ്സിംഗ്, നമുക്ക് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ഫ്രഷ് മീറ്റ്, ഫ്രോസൺ മീറ്റ്, ചിൽഡ് മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സിന് ഡയറക്റ്റ് ആയിട്ട് കൺസംഷന് കൊടുക്കാം, അല്ലെങ്കിൽ ഫർദർ പ്രോസസ്സിംഗ് കഴിഞ്ഞ് കൺസംഷന് കൊടുക്കാം. ഇങ്ങനെയാണ് ഒരു ഫ്ലോ ചാർട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഫ്ലോ ചാർട്ട് സ്റ്റഡി ചെയ്ത് നമുക്ക് മനസ്സിലാവും ഇത്രയൊക്കെയാണ് ഒരു സീക്വൻസിൽ ഒരു എബിറ്റോറിയൽ നടക്കുന്ന പ്രൊസീജിയേഴ്സ്. ഈ ഓരോ പ്രൊസീജിയേഴ്സും നടക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് വേണം, അതിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഒരു എബിറ്റോറിയൽ ലേ ഔട്ട് തയ്യാറാക്കാൻ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാൻ. അടുത്തത് ഫ്ലോറിംഗ്. അപ്പൊ നമ്മൾ കൺസ്ട്രക്ഷനിലെ കഴിഞ്ഞ് എങ്ങനെയാണ് അതിന്റെ ഫ്ലോറിംഗ് ചെയ്യേണ്ടതെന്നാണ് അടുത്ത് നോക്കുന്നത്. സിംഗിൾ ഫ്ലോർ ഷുഡ് ബി മെയ്ഡ് ഓഫ് കോൺക്രീറ്റ്, ഈസിലി ക്ലീനബിൾ ആൻഡ് നോൺ സ്ലിപ്പറി മെറ്റീരിയൽ. കോൺക്രീറ്റ് ആയിട്ടുള്ള ഫ്ലോർ ആയിരിക്കണം, ഈസിലി ക്ലീനബിൾ ആൻഡ് നോൺ സ്ലിപ്പറി മെറ്റീരിയൽ. എപ്പോഴും ബ്ലഡും വേസ്റ്റും ഒക്കെ ആ ഫ്ലോറിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. സോ ഈസിലി ക്ലീനബിൾ ആയിരിക്കണം, എന്നാൽ നോൺ സ്ലിപ്പറി ആയിരിക്കണം. എപ്പോഴും മോയിസ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ, വെറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സ്ലിപ്പേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ നോൺ സ്ലിപ്പറി ആയിരിക്കണം, അങ്ങനെ ആക്സിഡൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. A gradient of about 2 cm per meter is generally recommended. ആ ഫ്ലോറിന്റെ റേഡിയന്റ് അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് 2 cm per meter ആയിരിക്കണം. സോ ഈസി ഡ്രെയിനേജ്, അതും ഡ്രെയിനേജിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. Aperture ceiling should be at a height of at least 5 meters. 5 meters above the floor ആയിരിക്കണം സീലിംഗ് എന്ന് പറയുന്നത്. Aperture wall should have white ceramic tiles. വാൾസിലും ടൈൽഡ് ആയിരിക്കണം വാൾസ്. One drainage inlet for every 36 meter square of floor space with slope of 2 cm per meter. ഓരോ 36 meter square floor spaceൽ നമുക്കൊരു ഡ്രെയിനേജ് ഔട്ട്ലെറ്റ് ഇൻലെറ്റ് വേണം. Adequate ventilation must be provided to prevent excessive heat and steam condition. ഒരുപാട് ഹീറ്റ് അകത്ത് ഉണ്ടാവാൻ പാടില്ല. ഹീറ്റ് ഒക്കെ ബാക്ടീരിയൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും, മീറ്റ് വേഗം കണ്ടാമിനേറ്റ് ആയിരിക്കും. ഫിറ്റ് മീറ്റ് ആണെങ്കിൽ പോലും, ഫിറ്റ് ഫോർ കൺസംഷൻ എന്ന് പറയുന്ന മീറ്റ് ആണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ എക്സസീവ് ഹീറ്റും സ്റ്റീമും ഒന്നും ഉണ്ടാവാതിരിക്കാൻ പ്രോപ്പർ വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള റൂംസ് ആയിരിക്കണം. There should be provision of enough water. ഓൾറെഡി പറഞ്ഞാണ് വാട്ടറും പോർട്ടബിൾ വാട്ടറും ഇലക്ട്രിസിറ്റിയും അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ഉണ്ടായിരിക്കണം എന്ന് ആദ്യമേ പറഞ്ഞാണ്, അത് വീണ്ടും ഒന്നുകൂടി പറയുകയാണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ബുള്ളറ്റിൻ 1978 അത് പ്രകാരം the water requirement are 1000 liters for buffalo or cattle, 100 liters for sheep or goat and 450 liters for pig. ഇതാണ് ഒരു ഗൈഡ് ലൈൻ എത്ര റിക്വയർമെന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അടുത്തത് ഈ ബുച്ചറിങ് അല്ലെങ്കിൽ സ്ലോട്ടറിങ്ങിനെ എല്ലാം നിയന്ത്രിക്കുന്ന ചില ആക്ട്സ് ഉണ്ട്, ചില ലോസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The Indian meat export are regulated as per Export Act 1963. ഇന്ത്യയിൽ നിന്നുള്ള മീറ്റ് എക്സ്പോർട്ടിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആക്ട് ആണ് മീറ്റ് എക്സ്പോർട്ട് ആക്ട് 1963. എക്സ്പോർട്ട് ആക്ട് 1963. The registration and licensing of abattoirs and meat processing plant is done by Agricultural and Processed Food Products Export Development Authority, the Export Inspection Council and the Food Safety and Standards Authority of India. അപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഒരു അതോറിറ്റിയുടെ അപ്രൂവൽ വേണം, ലൈസൻസിങ് വേണം, എന്നാലേ നമുക്കൊരു സ്ലോട്ടർ ഹൗസ് നടത്താൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം രജിസ്ട്രേഷൻ കൊടുക്കുന്ന അതോറിറ്റി, അതുപോലെ ലൈസൻസ് കൊടുക്കുന്ന അതോറിറ്റി ആയതാണ് അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി, പിന്നെ എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിൽ ആൻഡ് ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ 3 അതോറിറ്റീസ് ആണ് ഫൈനൽ ആയിട്ട് എല്ലാത്തിനും ലൈസൻസ് കൊടുക്കുന്നതും അതേപോലെ രജിസ്ട്രേഷൻ കൊടുക്കുന്നതും അപ്രൂവൽ കൊടുക്കുന്നതും. പിന്നെ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960. ഈ ആക്ടിനെയും ഫോളോ ചെയ്താണ് സ്ലോട്ടർ ഹൗസസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതായത് ഓൾറെഡി പറഞ്ഞു, നമ്മൾ ആനിമലിനെ എന്തായാലും കൊല്ലുകയാണ് എന്ന് വെച്ചിട്ട് എങ്ങനെയെങ്കിലും അതിനെ അങ്ങ് കൊന്ന് അറുത്ത് തീർക്കുക എന്നുള്ളതല്ല, നമ്മൾ ആനിമലിനോട് ചെയ്യുന്ന ഒരു ക്രൂവൽറ്റിയാണ് സ്ലോട്ടറിംഗ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും മിനിമം ക്രൂവൽറ്റിയോടുകൂടി, മിനിമം പെയിനോടുകൂടി ആ ആനിമലിനെ കൊല്ലുക എന്നുള്ളതാണ് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960 പറഞ്ഞു. ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട് ആക്ടിന്റെ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു പ്രഗ്നന്റ് ആനിമലിനെ സ്ലോട്ടർ ചെയ്യാൻ പറ്റില്ല, അതിന്റെ കുട്ടി 3 മാസം പ്രായമേ ഉള്ളൂ, 3 മാസമോ അതിന് താഴെയോ പ്രായമേ ഉള്ളെങ്കിൽ നമുക്ക് ആനിമൽസിനെ ആ ആനിമലിനെ സ്ലോട്ടർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആനിമൽസിനെ കൊല്ലാനില്ല. വെറുതെ ഇപ്പൊ നമുക്ക് ലൈസൻസ് കിട്ടിയ ചെയ്ത ആനിമലിനെ എങ്ങനെയെന്ന് കൊല്ലുക എന്നുള്ളതല്ല. സോ ഈ ഗൈഡ് ലൈൻസ് ഒക്കെ ഗവേൺ ചെയ്യുന്നത് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960 ആണ്. ഈ 3 ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് നമ്മൾ എന്ത്
സ്ലോട്ടർ ഹൗസ് നടത്തിക്കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ സ്ലോട്ടറിംഗ് എല്ലാം ചെയ്യുന്നത്, മീറ്റ് പ്രോസസിംഗും സ്ലോട്ടറിംഗ് എല്ലാം ഗവേൺ ചെയ്യുന്ന ലോസ് ആണ് ഇന്നത്. ഓക്കെ, സോ വി കം ടു ദി എൻഡ് ഓഫ് ദ ടോപ്പിക്. താങ്ക് യു.